ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാൻ പോകുന്നു. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. വെള്ളം നല്ലതുപോലെ തിളച്ചു. ചെറുതായി അരിഞ്ഞ കോളിഫ്ലവർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനിയും വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ബൗൾ കടലമാവ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് സോഡാപ്പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ടിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നു. നിങ്ങൾ 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. വെള്ളം കുറേശ്ശെ ചേർക്കാൻ ശ്രമിക്കുക. ഒത്തു ചേർത്താൽ വെള്ളം കൂടിപ്പോവും. കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇളക്കിയെടുക്കുമ്പോൾ ഞാനിവിടെ കാണിച്ചതുപോലെ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ വേണം, ഈ പാകത്തിന് വേണം നമ്മൾ കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ചൂടുവെള്ളത്തിലിട്ടിരുന്ന കോളിഫ്ലവർ അരിച്ചെടുത്ത് മാറ്റാവുന്നതാണ്. മാറ്റി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട്. മൈദ കോളിഫ്ലവറായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. മാവിൽ മുക്കുമ്പോൾ കോളിഫ്ലവറിൽ നിന്ന് മാവ് വഴുതി പോവാതെ കടലമാവ് അതിൽ കോളിഫ്ലവറിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഓരോ കോളിഫ്ലവറും കടലമാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടാവുന്നതാണ്. ഓരോ കോളിഫ്ലവറും കടലമാവിൽ മുക്കി എണ്ണയിലേക്ക് ഞാനിവിടെ ഇടുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് മുരിച്ചെടുക്കാൻ പാകത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പതഞ്ഞ് നിൽക്കുന്നത് വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ്. ഇനി തിരിച്ചു മറിച്ചുവിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുക. ഇവിടെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതെല്ലാം കോരിയെടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പും കോളിഫ്ലവറും കടലമാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. ഇവിടെ ഞാൻ എല്ലാം പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ബജ്ജി ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം. എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.